ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം ശ്രീ ലളിതാംബികായൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 65 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിച്ചത്. 65 വരെയുള്ള ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം 280 നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 66 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങൾ. ആദ്യം ശ്ലോകം വായിക്കാം. ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ ആബ്രഹ്മകീടജനനി വർണ്ണാശ്രമവിതായിനി നിജാജ്ഞാരൂപനിഗമ പുണ്യഫലപ്രദാ ശ്രുതിസീമന്തസിന്ധൂരീകൃതപാദാബ്ജധൂളിക സകലാഗമസന്തോഷശുക്തിസമ്പുടമൗക്തിക പുരുഷാർത്ഥപ്രദാ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്രസേവിത നാരായണീ നാദരൂപ നാമരൂപവിവർജിത ഹ്രീങ്കാരി ശ്രീമതി ഹൃദ്യ ഹേയോപാദേയവർജിത. ഇതാണ് ശ്ലോകങ്ങൾ 66 മുതൽ 70 വരെ. അതായത് 16 അക്ഷരം വരുന്ന 3 നാമങ്ങൾ ഈ ശ്ലോകത്തിലുണ്ട്. ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി ഒറ്റ നാമാണ് 16 അക്ഷരം വരുന്നത്, ഒന്നിച്ച് തന്നെ പറയുന്നു. പിന്നെ ശ്രുതി സീമന്ത സിന്ധൂരീകൃതപാദാബ്ജധൂളിക അതും ഒറ്റ നാമാണ്. സകലാഗമ സന്തോഷ ശുക്തി സമ്പുടമൗക്തിക അതും ഒറ്റ നാമാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ശ്ലോകം നമുക്കെടുക്കാം. 4 നാമങ്ങളാണ് ആദ്യത്തെ ശ്ലോകത്തിലുള്ളത്. നാമങ്ങൾ പറയാം. ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി ആദ്യത്തെ നാമം. സഹസ്രശീർഷവദന രണ്ടാമത്തെ നാമം. സഹസ്രാക്ഷി മൂന്നാമത്തെ നാമം. സഹസ്രപാദ് നാലാമത്തെ നാമം. അപ്പം 281 നാമാണ് ആദ്യത്തെ നാമമായ ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി ഒറ്റ നാമം, 16 അക്ഷരം വരുന്നത്. ഇനി 4 നാമങ്ങൾ ഉള്ളതിൽ ബാക്കിയുള്ളത് സഹസ്രശീർഷവദന, സഹസ്രാക്ഷി, സഹസ്രപാദം. ആദ്യത്തെ നാമം എടുക്കാം. ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി. ഭുവനം എന്ന് പറഞ്ഞാൽ ലോകം, പ്രപഞ്ചം എന്നൊക്കെ അർത്ഥം. വലി എന്ന് പറഞ്ഞാൽ കൂട്ടം അല്ലെങ്കിൽ നിരയായിട്ട് നിരത്തി വയ്ക്കുന്നതിനെ വലി എന്ന് പറയും. അത് ലായും പറഞ്ഞാൽ തെറ്റില്ല, കാരണം സംസ്കൃതത്തിൽ ലായിക്കും തമ്മിൽ ഭേദമില്ല. അപ്പോൾ ഭുവനാവളി എന്നും ഭുവനാവലി എന്ന് പറഞ്ഞാലും 2 ശരിയാണ്. അപ്പോൾ ഇവിടെ ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി. ഉന്മേഷം നമ്മുടെ കണ്ണിന്
മിഴി എന്നാണ് മലയാളത്തിൽ പറയുക. മിഴി. ആ ഴ നമ്മളുടെ സംസ്കൃതത്തിലില്ല. ഴ എന്നൊരക്ഷരം ഇല്ല. അതിന് പകരം ഇവിടെ ഷകാരമാണ് വരുന്നത്. അപ്പം ഉന്മേഷം. ഉന്മേഷം എന്ന് പറഞ്ഞാൽ മേഷം എന്ന് പറഞ്ഞാൽ കണ്ണ്, ഉന്മേഷം എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കുക എന്നർത്ഥം. ഉന്മേഷം. അപ്പം മേഷം കണ്ണാണ്, ഉന്മേഷം കണ്ണു തുറക്കൽ, മിഴി തുറക്കൽ, അതാണ് ഉന്മേഷം. ഇനി കണ്ണടയ്ക്കുന്നതിന് എന്താ പറയുക? നിമേഷം. അപ്പോൾ ഉന്മേഷ നിമിഷോൽപ്പന്നം. നിമേഷം എന്ന് പറഞ്ഞാൽ കണ്ണ് അടയ്ക്കുക. അപ്പോൾ കണ്ണു തുറക്കലും കണ്ണ് അടയ്ക്കലും കൊണ്ട് ഉൽപ്പന്നമാകുന്ന വിപന്നത്തെ, വിപന്നം എന്ന് പറഞ്ഞാൽ വിപത്ത്, ആപത്തുകളെ നടത്തുന്നവൾ. ആപത്തെന്ന് അങ്ങനെയല്ല, വിപത്തെന്ന് പറഞ്ഞാൽ വിപന്നത്തെ, അതായത് ദേവി കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന അതായത് ദേവി കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇതിനെ, അത് ചെയ്യുന്ന ആരാണ്? വരുന്ന ആപത്തുകളും വിപത്തുകളോ എന്തായാലും അതിനെയെല്ലാം നീക്കി രക്ഷിക്കുന്നത് ദേവി ആയതുകൊണ്ട് ഇവിടെ ഉന്മേഷ നിമിഷോൽപ്പന്ന ഭുവനാവലി, ഉന്മേഷം കണ്ണു തുറക്കലും അടയ്ക്കലും കൊണ്ട് ഉൽപ്പന്നമാകുന്നവ എല്ലാം നടത്തുന്നതും, അതിനെയെല്ലാം നടത്തുന്ന, അതായത് ഈ പകലും രാത്രിയും എല്ലാം ഉണ്ടാകുന്നത് ദേവി ആണ്, നടത്തുന്നത് ദേവിയാണ് എന്നർത്ഥം. അതായത് ഭുവനങ്ങളുടെ ഭുവനാവലി, നിരകൾ, ആ ലോകങ്ങളുടെ മുഴുവൻ നിരകൾ അത് ദേവിയാണ്. അപ്പം ഉന്മേഷം നിമേഷം ഇത് രണ്ടും കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ദേവിയാണ് എന്നർത്ഥം. ഭുവനങ്ങളുടെ ആവലി, നിരകളോട് കൂടിയവൾ. അതായത് സൃഷ്ടി കഴിഞ്ഞ് ലാസ്റ്റ് ലയം നടക്കുന്നു. അപ്പോൾ ആ ലയം പ്രാപിച്ചു കഴിയും പ്രളയം. അതിനെയാണ് പറയുന്നത് പ്രളയവും ഉദയവും. സൃഷ്ടി നടക്കുമ്പോൾ ഉദയവും, അതായത് പ്രളയം വരുമ്പോൾ അസ്തമനം, അല്ലേ? അസ്തമയം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവുന്നു, ലയം പ്രാപിക്കുന്നു. പ്രളയവും ഉദയവും നടക്കുന്നത്, അല്ലേ, അത് നടത്തുന്നത് ദേവിയാണ് എന്നർത്ഥം. കണ്ണു തുറക്കലും അടയ്ക്കലും കൊണ്ട് ഉൽപ്പന്നമാകുന്ന വിപന്നത്തെ നടത്തുന്നവൾ, അതായത് ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവൾ എന്നർത്ഥം. അടുത്ത നാമം സഹസ്രശീർഷവദന. സഹസ്രം 1000 ശീർഷം തലയാണ്, വദനം മുഖമാണ്. അപ്പം സഹസ്ര ശീർഷവദന, 1000കണക്കിന് തലകളും കണ്ണുകളും. വദനം എന്ന് പറഞ്ഞാൽ മുഖമാണ്. അപ്പം തലകളും മുഖങ്ങളും ഉള്ളവൾ എന്നർത്ഥം. അപ്പോൾ 1000കണക്കിന് തലകളും മുഖവും ഉള്ളവൾ എന്ന് പറഞ്ഞാൽ 1000 എന്ന് പറഞ്ഞതേ ഉള്ളൂ, അനന്തമാണ്. അനന്തമായ, അല്ലെങ്കിൽ 1000കണക്കിന് തലകളും മുഖങ്ങളും ഉള്ളവൾ എന്നർത്ഥം. ഇനി ഈ വദനം എന്ന് പേരുണ്ടായത് വധിക്കുക എന്ന് പറഞ്ഞാൽ പറയുക. അപ്പോൾ പറയുന്നത് വായ കൊണ്ടല്ലേ, അതുകൊണ്ട് വദനം എന്ന് പേര്. മുഖം, ശീർഷം തലയാണ്. അപ്പോൾ 1000കണക്കിന് തലകളും മുഖവുമുള്ളവൾ. എല്ലാവരുടെയും ഭുവനത്തിൻ്റെ മുഴുവൻ വായും ശരീരാവയവങ്ങളെല്ലാം ദേവിയുടെയാണ്, അല്ലേ? കണ്ണും മുഖവും മൂക്കും വായും
വയറും എല്ലാം ദേവിയുടെ തന്നെ. അപ്പം വിശക്കുന്നവർക്ക് നമ്മൾ ആഹാരം കൊടുത്താലോ ഭയങ്കര സന്തോഷമായിരിക്കും ദേവിക്കല്ലേ. അത് ദേവിയുടെ തന്നെ വയറായതുകൊണ്ട് ആ വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്താൽ ദേവി സന്തോഷിക്കും. അതാണ് സർവദാനാൽ പ്രധാനം അന്നദാനം. അപ്പോൾ ഇവിടെ സഹസ്ര ശീർഷവദന നമ്മൾ പുരുഷ സൂക്തത്തിലും പഠിച്ചിട്ടുണ്ടല്ലേ. ഭഗവാന് എണ്ണിയാൽ തീരാത്തത്ര, അതായത് സഹസ്ര ശീർഷ, അത് ആ ശ്ലോകത്തിലുണ്ട്. ആയിരക്കണക്കിന് തലകളുള്ളവനാണ്, ആയിരക്കണക്കിന് കൈകളുള്ളവനാണ് ഭഗവാൻ. അത് തന്നെയാണ് ഇവിടെയും അനന്തമായ ശിരസ്സുകളും മുഖങ്ങളും ഉള്ളവൾ എന്ന അർത്ഥത്തിൽ സഹസ്രശീർഷവദന. ഇനി അടുത്ത നാമം സഹസ്ര അക്ഷി. അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണാണ്. അക്ഷി അതിൻ്റെ സ്ത്രീലിംഗം. ആയിരക്കണക്കിന് അക്ഷികളുള്ളവൾ, അക്ഷികളോട് കൂടിയവൾ, കണ്ണുകളോട് കൂടിയവൾ എന്നർത്ഥം. അടുത്ത നാമം സഹസ്രപാദ്. ആയിരക്കണക്കിന് പാദങ്ങളോട് കൂടിയവൾ. അപ്പോൾ ലോകത്തുള്ള സർവ്വജീവികളുടെയും കയ്യും കാലും കണ്ണും തലയും മൂക്കും വായും ചെവിയും എല്ലാം ദേവിയുടേതാണ് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി എന്ന് പറഞ്ഞാൽ കണ്ണുകൾ തുറക്കലും അടയ്ക്കലും കൊണ്ട് ഉൽപ്പന്നമാകുന്ന വിപന്നത്തെ നടത്തുന്നവൾ, ലോകത്തെ രക്ഷിക്കുന്നവൾ ദേവി എന്നർത്ഥം. അടുത്ത നാമം സഹസ്രശീർഷവദന. അനന്തമായ ആയിരക്കണക്കിന് ശിരസ്സുകളും മുഖങ്ങളുമുള്ളവൾ. സഹസ്രാക്ഷി, ആയിരക്കണക്കിന് കണ്ണുകളോടുകൂടിയവൾ. സഹസ്രപാദ്, ആയിരക്കണക്കിന് പാദങ്ങളോടുകൂടിയവൾ എന്നർത്ഥം. ആയിരക്കണക്കിനെന്ന് പറഞ്ഞാലും സഹസ്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിരം, അല്ലെങ്കിൽ അനന്തം, എണ്ണിയാൽ തീരാത്ത അത്രയും എന്നർത്ഥം. അപ്പോൾ ഈ ശ്ലോകം ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ. അടുത്ത ശ്ലോകം ആ ബ്രഹ്മകീടജനനി വർണ്ണാശ്രമവിധായിനി നിജാജ്ഞാരൂപനിഗമ പുണ്യാ പുണ്യഫലപ്രദ. ആ ബ്രഹ്മകീടജനനി ആദ്യത്തെ നാമം, 285-ാമത്തെ നാമം. ആ ബ്രഹ്മകീടജനനി. ആ എന്നവിടെ പറഞ്ഞത് ആദ്യമുണ്ടായത് ആരാണ്? ബ്രഹ്മാവ്. അപ്പോൾ ആ ബ്രഹ്മകീടജനനി, ബ്രഹ്മാവ് മുതൽ ആദ്യം ഉണ്ടായത് ബ്രഹ്മാവാണ്. അതുകൊണ്ട് ബ്രഹ്മാവ് മുതൽ കീടം എന്ന് പറഞ്ഞാൽ പ്രാണികൾ. അപ്പം ബ്രഹ്മാവ് മുതൽ പ്രാണികൾ വരെ ഉള്ളവർക്ക് ജനനി ജനിപ്പിക്കുന്നവൾ. അപ്പം ജഗത്തിൻ്റെ മുഴുവൻ, ജനനി എന്ന് പറഞ്ഞാൽ അമ്മ അല്ലേ. അപ്പോൾ ജഗത്തിൻ്റെ മുഴുവൻ അമ്മയായിരിക്കുന്നവൾ, ജഗന്മാതാവ്, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയായിരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ആ ബ്രഹ്മകീടജനനി. അടുത്ത നാമം വർണ്ണാശ്രമവിധായിനി. വർണ്ണാശ്രമത്തെ വിധായനം ചെയ്തവൾ, അല്ലെങ്കിൽ വിധാനം ചെയ്യുന്നവൾ. വർണ്ണാശ്രമം, വർണ്ണം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിറമാണ്. ഇവിടുത്തെ വർണ്ണം നിറമല്ല, അത് 4ആയിട്ട് തിരിച്ചിരിക്കുന്നു ആശ്രമങ്ങൾ. ബ്രഹ്മചര്യം, ഗൃഹസ്ഥ്യം, വനവാസം അല്ലേ, വാനപ്രസ്ഥം എന്ന് പറയും. വാനപ്രസ്ഥം, സന്യാസം, ഇതാണ് 4 വർണ്ണാശ്രമങ്ങൾ. അതിനെ എങ്ങനെ പറയണം? ബ്രഹ്മചര്യാശ്രമം അല്ലേ, ഗൃഹസ്ഥാശ്രമം. 4 സ്ഥിതികളാണ്. കൊച്ചായിരിക്കുമ്പോൾ നമ്മൾ ബ്രഹ്മചാരിയാണ്. കൊച്ചുങ്ങളൊന്നും അറിഞ്ഞുകൂടാ, ഒരു 14 വയസ്സ് വരെയൊക്കെ. 15 വയസ്സ് മുതൽ അങ്ങോട്ട് കൗമാരം തുടങ്ങി, പിന്നെ ഗൃഹസ്ഥാശ്രമമായി, കല്യാണമൊക്കെ കഴിച്ച് പിന്നെ ഇതായി. അത് ഇപ്പം 20 വയസ്സ് വരെയൊക്കെയാണ്
ഇപ്പോൾ 20 വയസ്സ് കഴിഞ്ഞാൽ, അതായത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം വിട്ടിട്ട് ഗൃഹസ്ഥാശ്രമം തുടങ്ങും. പിന്നെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ വാനപ്രസ്ഥം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? പൂജകളും കാര്യങ്ങളും, ഭഗവാനെ ഭജിക്കുക, അതും ഇതുമൊക്കെ ചെയ്യുക, യാത്രയൊക്കെ പോവുക, തീർത്ഥാടനത്തിനൊക്കെ പോവുക. ലാസ്റ്റാണ് എന്ത്? സന്യാസം, സന്യസിക്കുക. അതായത് പിന്നെ മോക്ഷത്തിനായിക്കൊണ്ട് പരിശ്രമിക്കുക. അതാണ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ 4 ഇതായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പം വർണ്ണം നിറമല്ല, ഗുണങ്ങളൊക്കെയാണ്. 3 ഗുണങ്ങൾ: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അല്ലേ? ഈ 3 ഗുണങ്ങൾ കൊണ്ട് 3 തരത്തിലായിട്ട് ആൾക്കാരെ വിഭജിച്ചിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ്? അവരവരുടെ കുലത്തൊഴിലും പിന്നെ വാസനയ്ക്കും അനുസരിച്ച് തിരിച്ചിട്ടുണ്ട്. അപ്പം ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥ ആശ്രമം, സന്യാസാശ്രമം, അല്ലേ? ഇങ്ങനെ 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിനെ ഇനിയും 3ആയിട്ട്, ഗുണങ്ങളനുസരിച്ച് 3ആയിട്ട് തിരിച്ചിരിക്കുന്ന ഇതൊക്കെയാണ്: സത്വ ഗുണം, രജോ ഗുണം, തമോ ഗുണം അനുസരിച്ച് 3 ഭേദങ്ങളായിട്ട്. അതായത് സത്വഗുണമുള്ളവർ ബ്രാഹ്മണർ. അതായത് സത്വഗുണം വെളുപ്പിൻ്റെ നിറമാണ്. അപ്പോൾ അവരെല്ലാം അറിയുന്നവരാണ്, അറിവിൻ്റെ ഇതാണ്. രജോ ഗുണം ചുവപ്പാണ്, രജോ ഗുണം ചുവപ്പ്. തമോ ഗുണം കറുപ്പ്. അപ്പോൾ ഈ വെളുപ്പ്, ചുവപ്പ്, കറുപ്പിൻ്റെ ഇതൊക്കെയാണ് ഭാവന. അപ്പോൾ അത് അനുസരിച്ച് സത്വഗുണം നന്മയുടെ നിറം, അത് രജോ ഗുണം ചുവപ്പ്, അത് ദേഷ്യത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെ ഒക്കെ നിറം. തമോ ഗുണം കറുപ്പ്, അതായത് ഇതൊന്നും അല്ലാത്ത, അതായത് സത്വഗുണം സത്യം, ധർമ്മം, പൗരോഹിത്യം, ബുദ്ധി, ഇതിനെയെല്ലാം ഈ ഗുണങ്ങൾ ഉള്ളവരാണ്. അത് ബ്രാഹ്മണർ. അടുത്തത് രജോ ഗുണം, അധർമ്മത്തിനെതിരെ പോരാടുന്നവർ. ധർമ്മമല്ലാത്ത കാര്യങ്ങളോട് പോരാടുന്ന ആൾക്കാർ. ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ ത്രാണനം ചെയ്യുന്നവർ. അതായത് സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. ത്രാണനം ചെയ്യുന്നവൻ ക്ഷത്രിയൻ. അത് രജോ ഗുണപ്രധാനിയാണ്. അടുത്തത് രജോ ഗുണവും സത്വഗുണവും കൂടി ചേർന്നത് വൈശ്യർ, അല്ലേ? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, പിന്നെ 4 കൂടി ഉണ്ടല്ലോ, ശൂദ്രർ. ഒന്നും ചെയ്യാതെ അലസരായി ഇരുന്ന് അവനവൻ്റെ വയറിന് വേണ്ടി മാത്രം, വയറ് നിറയാൻ വേണ്ടി മാത്രം ചെയ്യുന്ന, തിന്നുക, ഉറങ്ങുക, ഇതൊക്കെ മാത്രം ചെയ്യുന്നവരാണ് തമോ ഗുണപ്രധാനികൾ. വൈശ്യരങ്ങനെയല്ല. വൈശ്യർ രജോ ഗുണവും ഉണ്ട്, അവർക്ക് സത്വഗുണവും കുറച്ചുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ആർക്ക് ജനിച്ചതായാലും അവർ വാണിജ്യം, കൃഷി, ഇൻഡസ്ട്രി, സമ്പത്തുണ്ടാക്കാൻ നടക്കും. അപ്പോൾ രജോ ഗുണപ്രധാനികളാണ് വൈശ്യർ. വൈശ്യർ 2 ഗുണമുണ്ട്, അവർക്ക് തമോ ഗുണം ഉണ്ടാവും. പക്ഷേ തമോ ഗുണം മാത്രമുള്ളവരും ഉണ്ട്. അപ്പോൾ ആർക്ക് ജനിച്ചതാണെങ്കിലും അലസരും മൂഢരും കുബൂത്തികളും വയറ് നിറച്ച് തിന്നിട്ടുറങ്ങുന്നവരും ഉണ്ട്. അവരെയാണ് ശൂദ്രരെന്ന് പറയുന്നത്. അപ്പം അറിവില്ലാത്തവർ ഗുണധർമ്മ വിഭജനം അനുസരിച്ച് ഗ്രാഹസ്ഥ്യം, ബ്രഹ്മചര്യം, ഗ്രാഹസ്ഥ്യം, സന്യാസം, വാനപ്രസ്ഥം, ഈ 4 ഇതിനെയൊക്കെയാണ് ആശ്രമം എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ആരാണ്? ദേവിയാണ്. ഇതിനെയെല്ലാം വിധാനം ചെയ്യുന്നത് ദേവി. അതുകൊണ്ട് ദേവിക്ക് വർണ്ണാശ്രമ വിധായിനി എന്ന് പേര്. അടുത്ത നാമം നിജ ആജ്ഞാരൂപ നിഗമം.
തൻ്റെ ആജ്ഞകൾ അനുസരിച്ച് ആജ്ഞകൾ, അതായത് വേദങ്ങൾ മുതലായ ആജ്ഞാരൂപമായി ഇരിക്കുന്നത് ശാസനകളാണ്. നിഗമം വേദമാണ്. അതായത് തന്ത്രങ്ങളും മന്ത്രങ്ങളും വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം അത് ശാസിച്ച് നിലനിർത്തുന്നത് വേദങ്ങൾ. അപ്പോൾ നിഗമം അതും വേദമാണ്. അതിനെ നിഗമം എന്ന് പറയും. അപ്പം ഈ നിജാജ്ഞാരൂപ നിഗമ, വേദങ്ങൾ തന്ത്രങ്ങൾ ശാസ്ത്രങ്ങളൊക്കെ നിഗമങ്ങൾ, അതായത് വേദങ്ങൾ മുതലായവ ആജ്ഞാരൂപമായി ഇരിക്കുന്നവൾ ദേവി. നിജാജ്ഞാരൂപ നിഗമ ലക്ഷ്യത്തെ പ്രാപിപ്പിക്കുന്നു. അത് നിഗമം ശാസനയാൽ രക്ഷിക്കുന്നു. 4 പുരുഷാർത്ഥങ്ങളും തന്ന് നമ്മളെ മോക്ഷത്തിലേക്ക് എത്തിക്കുന്നത് ദേവിയാണ്. ഏതാണ് 4 പുരുഷാർത്ഥങ്ങൾ? അർത്ഥം, കാമം, മോക്ഷം, അല്ല ധർമ്മ, അർത്ഥം, കാമം, ധർമ്മം, മോക്ഷം. 4 കാമാർത്ഥ മോക്ഷാദികൾ. കാമാർത്ഥം, മോക്ഷം, ധർമ്മം, ഇത് നിഗമം. അപ്പോൾ അതെല്ലാം ആരുടെ രൂപമാണ്? ദേവിയുടെ രൂപമായിരിക്കുന്നത്. അതുകൊണ്ട് ദേവിക്ക് നിജ ആജ്ഞാരൂപ നിഗമ, വേദങ്ങൾ മുതലായവ ആജ്ഞാരൂപമായി ഇരിക്കുന്നവൾ. ആജ്ഞ എന്ന് പറഞ്ഞാൽ ശാസന. അതുകൊണ്ടൊക്കെ നമ്മളുടെ അറിവില്ലായ്മയെ മാറ്റിയിട്ട് എല്ലാ പുരുഷാർത്ഥങ്ങളെയും തന്ന് നമ്മളെ രക്ഷിക്കുന്നു ദേവി. അതുകൊണ്ട് നിജാജ്ഞാരൂപ നിഗമ എന്ന ദേവിക്ക് പേര്. ഋക്ക്, യജുസ്, സാമ, അഥർവം തുടങ്ങിയ വേദങ്ങളെല്ലാം അല്ലേ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇതെല്ലാം ആജ്ഞാരൂപമായി ഇരിക്കുന്നത് ദേവിയിലാണ്. അടുത്ത നാമം പുണ്യഫലപ്രദ. പുണ്യവും അപുണ്യവുമായ ഫലത്തെ നൽകി അനുഗ്രഹിക്കുന്നവൾ. പുണ്യമെന്ന് പറഞ്ഞാൽ സുഖവും അപുണ്യം എന്ന് പറഞ്ഞാൽ ദുഃഖവും. അപ്പോൾ സുഖവും ദുഃഖവും ഒക്കെ നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നവൾ ദേവി. അതുകൊണ്ട് ദേവിക്ക് പുണ്യഫലപ്രദ എന്ന് പേര്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ആ ബ്രഹ്മകീടജനനി, ബ്രഹ്മാവ് മുതൽ കീടങ്ങൾ വരെയുള്ളവർക്ക് ജനനിയായിരിക്കുന്നവൾ, അമ്മയായിരിക്കുന്നവൾ, വർണ്ണാശ്രമ വിധായിനി, വർണ്ണാശ്രമധർമ്മത്തെ വിധാനം ചെയ്യുന്നവൾ, നിജ ആജ്ഞാരൂപ നിഗമ, വേദങ്ങൾ മുതലായവ ആജ്ഞാരൂപമായിരിക്കുന്നവൾ, പുണ്യാപുണ്യ ഫലപ്രദ, പുണ്യവും അപുണ്യവുമായ ഫലത്തെ നൽകി അനുഗ്രഹിക്കുന്നവൾ. ഈ ശ്ലോകം ആ ബ്രഹ്മകീടജനനി വർണ്ണാശ്രമവിധായിനി നിജാജ്ഞാരൂപ നിഗമ പുണ്യാപുണ്യഫലപ്രദ. അടുത്ത ശ്ലോകം ശ്രുതിസീമന്ത സിന്ധൂരി കൃതപാദ. അതവിടെ സിന്ധൂരി നിർത്താൻ പാടില്ല. ശ്രുതിസീമന്ത സിന്ധൂരീകൃത പാദാബ്ജധൂളിക. ശ്രുതിസീമന്ത സിന്ധൂരീകൃത പാദാബ്ജധൂളിക. ഒരു നാമം. 2 നാമേ ഉള്ളൂ ഈ ശ്ലോകത്തിൽ. സകലാഗമസന്തോക ശുക്തി സമ്പുടമൗത്തിക. 2ാമത്തെ നാമം. അതായത് ശ്രുതി സീമന്തം. സീമന്തം എന്ന് പറഞ്ഞാൽ നെറുകയിലെ നമ്മളുടെ സീമന്തരേഖ, അതാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ. അപ്പം ശ്രുതിയുടെ വേദങ്ങളുടെ സീമന്ത രേഖ, അത് സിന്ദൂരമണിയുന്ന ആ ഭാഗത്തെ സീമന്തരേഖയിൽ സിന്ദൂരീകൃതം, സിന്ദൂരമണിയുന്ന ആ പൊട്ട്, അതായത് സുമംഗലികളായ സ്ത്രീകളുടെ സീമന്തരേഖയിൽ ചാർത്തുന്ന തിലകമാണ് സിന്ദൂരീകൃതം, അതായത് സീമന്ത സിന്ദൂരി. അപ്പോൾ വേദങ്ങളുടെ സീമന്തരേഖയിലെ, ഇവിടെ സ്ത്രീകളുടേതെന്ന് പറഞ്ഞു ഞാൻ ആദ്യം, അത് തന്നെ വേദങ്ങളുടെ അടുത്ത്, അതാണ് ശ്രുതി. ഇവിടെ വേദമാണ്, സ്ത്രീയായിട്ട് എടുക്കാമെങ്കിലും വേദമാണ്. അപ്പോൾ വേദങ്ങളുടെ
സീമന്തരേഖയിലെ സിന്ദൂരം പോലെ ദേവിയുടെ പാദങ്ങളിലെ ധൂളികളോട് കൂടിയവൾ. അപ്പോൾ വേദങ്ങളുടെ സീമന്തരേഖയിലെ സിന്ദൂരം പോലെ ദേവിയുടെ പാദാബ്ജ ധൂളികൾ, ആ ദേവിയുടെ പാദത്തിൻ്റെ മാഹാത്മ്യമാണ് പറഞ്ഞത്. അപ്പോൾ ആ വേദങ്ങളുടെ സിന്ദൂരരേഖ, സീമന്ത സിന്ദൂരരേഖയിലെ ആ പാദത്തിലെ മാഹാത്മ്യം, അബ്ജധൂളികൾ. അബ്ജം താമരയാണ്, അപ്പം താമര പോലെയാണ് ദേവിയുടെ കാല്. അപ്പോൾ ദേവിയുടെ താമരയാകുന്ന കാലുകളിലെ ധൂളികൾ പോലെയാണ് എന്ന് പറഞ്ഞാൽ ദേവിയുടെ പാദത്തിൻ്റെ മാഹാത്മ്യമാണ് വേദങ്ങൾ. ശ്രുതി സീമന്ത സിന്ധൂരീകൃത പാദാബ്ജധൂളിക, വേദങ്ങളുടെ സീമന്തരേഖയിലെ സിന്ദൂരം പോലെ പാദാബ്ജധൂളികളോട് കൂടിയവൾ. വേദങ്ങളുടെ സീമന്തരേഖയിലെ സിന്ദൂരം പോലെ ദേവിയുടെ പാദാബ്ജധൂളികൾ. ധൂളി എന്ന് പറഞ്ഞാൽ പൊടി. അപ്പോൾ ആ കാലിൽ നിന്ന് വീഴുന്ന പൊടി നമ്മൾ ദേവിയെ നമസ്കരിക്കുമ്പോൾ, ദേവിയുടെ കാലിൽ നമസ്കരിക്കുമ്പോൾ ദേവിയുടെ ആ കാലിലെ പൊടി നമ്മളുടെ മൂർത്താവിൽ പതിയുന്നുണ്ട്. അപ്പോൾ അത് പാദധൂളികളാണ്. അതാണ് സ്ത്രീകളുടെ സിന്ദൂരരേഖ നമ്മൾ വകർപ്പെടുക്കുന്നത്. അപ്പോൾ ദേവിയെ നമസ്കരിക്കുമ്പം ആ ദേവിയുടെ കാലിലെ ധൂളികൾ നമ്മുടെ നെറുകയിൽ പതിയുന്നു എന്ന സങ്കല്പത്തിനാണ് നമ്മൾ സിന്ദൂരരേഖയിൽ നമ്മുടെ നെറുകയിൽ സിന്ദൂരം ചാർത്തുന്നത് എന്നർത്ഥം. അപ്പോൾ വേദങ്ങളുടെ സീമന്തരേഖയിലെ സിന്ദൂരം പോലെ ദേവിയുടെ പാദാബ്ജധൂളികൾ എന്ന് പറയുന്നു. ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക ദേവിക്ക് പേര്. അടുത്ത നാമം സകല ആഗമ സന്തോഷ ശുക്തി സമ്പുടമൗത്തിക. സകല ആഗമം വേദമാണ്, സന്തോഷം കൂട്ടമാണ്, ശുക്തി എന്ന് പറഞ്ഞാൽ ചിപ്പിയാണ്, സമ്പുടമൗത്തികം എന്ന് പറഞ്ഞാൽ കുമ്പിള് പോലെയുള്ള മുത്തുകൾ, ഒരു കുമ്പിള് സമ്പുടം, മൗത്തികം മുത്ത്. അപ്പം മുഴുവൻ വേദങ്ങളുടെയും കൂട്ടം കൂടി ഒരു മുത്ത് ചിപ്പിയായിട്ടിരിക്കുന്നു. ആ മുത്ത് ചിപ്പിയാകുന്ന കുമ്പിളിൽ മുത്തുണ്ട് അകത്ത്. ആ ചിപ്പിക്കകത്തുള്ള മുത്ത്, അതാണ് വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ മുത്തുച്ചിപ്പിയിലെ മുത്തുപോലെയാണ് ദേവി. ആ മുത്ത്, അതിനകത്തിരിക്കുന്ന മുത്തിനല്ലേ പ്രാധാന്യം, അതിൻ്റെ പുറത്തെ ആ ചിപ്പിക്കോ അതിനോ ആ തോടിനൊന്നും പ്രാധാന്യമില്ലല്ലോ. അതുപോലെ ഇവിടെ വേദങ്ങൾ ചിപ്പിയും ദേവി അതിനകത്തിരിക്കുന്ന മുത്തുമാണ്. അപ്പം ആ വേദങ്ങളാകുന്ന ചിപ്പിയിലെ മുത്തായിരിക്കുന്ന ദേവി, ആ ബ്രഹ്മം എന്നും പറയാം. ഈ വേദത്തിന് ബ്രഹ്മം എന്നും പേരുണ്ട്. അപ്പം കണ്ടെയ്നർ ആണ് ആ മുത്ത്, അല്ല ആ ചിപ്പി, അതിൻ്റെ അകത്തെ കണ്ടൻ്റാണ് ദേവി. അപ്പോൾ ആ കണ്ടൻറ്റിനാണ് പ്രാധാന്യം. അപ്പോൾ എന്താണ്, മുഴുവൻ വേദങ്ങളുടെയും കൂട്ടമാകുന്ന മുത്തുച്ചിപ്പിയാകുന്ന കുമ്പിളിൽ ഇരിക്കുന്ന മുത്തുപോലെയാണ് ആ മുത്തുച്ചിപ്പിക്കകത്തുള്ള മുത്താണ് വേദമന്ത്രങ്ങൾ. അതുപോലെയാണ് ദേവി എന്ന്. ആ മുത്തുച്ചിപ്പിയിലെ മുത്തുപോലെയാണ് ദേവി. അപ്പോൾ വേദങ്ങൾ ചിപ്പിയും ദേവി അതിൻ്റെ മുത്തുമാകുന്നു എന്നർത്ഥം. അപ്പോൾ സകല ആഗമ സന്തോഷ ശുക്തി എന്ന് പറഞ്ഞാൽ ചിപ്പി, സമ്പുടമൗത്തിക മുഴുവൻ വേദങ്ങളുടെയും കൂട്ടമാകുന്ന ആ മുത്തിച്ചിപ്പിയാകുന്ന കുമ്പിളിൽ മുത്ത്, ചിപ്പിക്കകത്തുള്ള മുത്ത് ആണ് വേദമന്ത്രങ്ങൾ. മുത്തുച്ചിപ്പിയിലെ മുത്തുപോലെയാണ് ദേവി എന്ന് അർത്ഥം. ശ്രുതി സീമന്ത സിന്ധൂരീകൃത പാദാബ്ജധൂളിക സകല ആഗമ സന്തോഷ ശുക്തി സമ്പുടമൗത്തിക. 2 നാമങ്ങൾ. അടുത്ത ശ്ലോകം പുരുഷാർത്ഥപ്രദ
പൂർണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത. ഈ ശ്ലോകത്തിൽ 7 നാമങ്ങളുണ്ട്. പുരുഷാർത്ഥപ്രദ, പൂർണ, ഭോഗിനി, ഭുവനേശ്വരി, അംബിക, അനാദിനിധന, ഹരിബ്രഹ്മേന്ദ്ര സേവിത. 7 നാമങ്ങൾ ഒരിക്കൽ കൂടി പറയാം. പുരുഷാർത്ഥപ്രദ, പൂർണ, ഭുവനേശ്വരി, അംബിക, അനാദിനിധന, ഹരിബ്രഹ്മേന്ദ്ര സേവിത. അപ്പം 7 നാമങ്ങൾ. ആദ്യത്തെ നാമം പുരുഷാർത്ഥപ്രദ. പുരുഷാർത്ഥങ്ങളെ പ്രകർഷേണ ദാനം ചെയ്യുന്നവൾ. പ്രദ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ദാനം ചെയ്യാം. അപ്പോൾ പുരുഷാർത്ഥങ്ങൾ ഏതൊക്കെയാ? 4 പുരുഷാർത്ഥങ്ങൾ: അർത്ഥം, കാമം, ധർമ്മം, മോക്ഷം. ഈ 4 പുരുഷാർത്ഥങ്ങളെ നൽകി എന്തു ചെയ്യുന്നു? ദേവി ദാനം ചെയ്യുന്നു നമുക്ക്. ധർമ്മം നിലനിർത്തുന്നതാണ് ധർമ്മം. അതിലേക്കുള്ള ലക്ഷ്യമാണ് അത് നിലനിൽപ്പ്. അപ്പം ആ മോക്ഷത്തിനായിക്കൊണ്ട് എല്ലാ പുരുഷാർത്ഥങ്ങളെയും ദാനം ചെയ്യുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദേവിക്ക് പുരുഷാർത്ഥപ്രദ എന്ന് പേര്. അടുത്ത നാമം പൂർണ. ദേവി പൂർണ്ണയാണ്, എപ്പോഴും പൂർണ്ണയായിരിക്കുന്നു, എല്ലാം തികഞ്ഞവൾ എന്നർത്ഥം. അപ്പം പൂർണ്ണ, എല്ലാം തികഞ്ഞവൾ, എപ്പോഴും പൂർണ്ണമായിരിക്കുന്നവൾ. അടുത്ത നാമം ഭോഗിനി. ഭോഗവസ്തുക്കളെ അനുഭവിക്കുന്നവൾ. ഭോഗിനി അതായത് ഉള്ളിൽ എല്ലാവരുടെയും ആത്മാവായി ഇരുന്ന് സുഖത്തെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്നത് ദേവിയാണ്. ഭോക്താവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവൾ. അനുഭവിക്കുകയും ചെയ്യുന്നു, അനുഭവിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ഭോഗവസ്തുക്കളെ അനുഭവിക്കുന്നവൾ ഭോഗിനി. അടുത്തത് ഭുവനേശ്വരി. ഭുവനങ്ങൾക്കൊക്കെ ഈശ്വരിയാണ്. ഈശിക്കുന്നതിൽ വരൻ ഈശ്വരൻ, ഈശിക്കുന്നതിൽ ശ്രേഷ്ഠ ഈശ്വരി. അപ്പം ഈശ്വരൻ്റെ പുല്ലിംഗമാണെങ്കിൽ അതിൻ്റെ സ്ത്രീലിംഗം ഈശ്വരൻ്റെ വൈഫ് എന്ന അർത്ഥത്തിൽ ഈശ്വരി എന്നെടുക്കാം. ഇത് ഭുവനങ്ങൾക്ക് ഈശ്വരി, ഭുവനങ്ങളെ ഈശിക്കുന്ന ഈശ്വരൻ്റെ ഭാര്യ. അപ്പം ഈശ്വരിയാവും സ്ത്രീലിംഗം. ഇവിടെ ഭുവനങ്ങൾക്ക് ഈശ്വരിയായിരിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ഭുവനേശ്വരി. അടുത്ത നാമം അംബിക. അംബിക എന്ന് പറഞ്ഞാൽ അമ്മ എന്നർത്ഥം. അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണ് ദേവി, ജഗന്മാതാവാണ്. അതായത് ഉൽപ്പത്തിയും നാശവുമെല്ലാം ദേവി തന്നെയാകുന്നു. അതുകൊണ്ട് ദേവിക്ക് അംബിക എന്ന് പേര്. ഇനി അനാദിനിധന. ആദി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയും ഉൽപ്പത്തിയും അന്തം, പ്രളയം, നാശം. അപ്പോൾ ആദിയും അന്തവും ഇല്ലാത്തവൾ ദേവി. അതുകൊണ്ട് അനാദിനിധന, ആദിയും അന്തവുമില്ലാത്തവൾ. അതായത് നാശവുമില്ല, ഉൽപ്പത്തിയുമില്ല. ജനിക്കാത്തവർക്ക് നാശമുണ്ടോ? ഇല്ല. ജനിക്കുന്നവർക്ക് മാത്രമേ നാശമുള്ളൂ, അവർ മാത്രമേ മരിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ദേവിയെ ബാധിക്കുന്നില്ല. അതിനൊക്കെ അതീതയാണ് ദേവി. അതുകൊണ്ട് അനാദിനിധന. അടുത്ത നാമം ഹരിബ്രഹ്മേന്ദ്ര സേവിത. ഹരി മഹാവിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ, ഈ 3 പേരാലും സേവിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് ഹരിബ്രഹ്മേന്ദ്ര സേവിത എന്ന ദേവിക്ക് പേര്. അപ്പോൾ വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ മുതലായവരാൽ സേവിക്കപ്പെടുന്നവൾ, ദേവന്മാരാലെല്ലാം സേവിക്കപ്പെടുന്നവളാണ് ദേവി. എല്ലാ ദേവന്മാരും ദേവിയെ സേവിക്കുന്നുണ്ട്. അപ്പോൾ ഹരിബ്രഹ്മേന്ദ്ര സേവിത എന്ന് പേര്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പുരുഷാർത്ഥപ്രദ, 4 പുരുഷാർത്ഥങ്ങൾ ദാനം ചെയ്യുന്നവളെന്നും, പൂർണ്ണ എല്ലാം തികഞ്ഞവളെന്നും, ഭോഗിനി ഭോഗവസ്തുക്കളെ അനുഭവിക്കുന്നവളെന്നും, ഭുവനേശ്വരി ഭുവനങ്ങൾക്ക് ഈശ്വരിയായിരിക്കുന്നവളെന്നും,
അംബിക ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിരിക്കുന്നവളെന്നും അനാദിനിധനാദിയും അന്തവുമില്ലാത്തവളെന്നും ഹരിബ്രഹ്മേന്ദ്ര സേവിത വിഷ്ണു ബ്രഹ്മാവ് ഇന്ദ്രൻ മുതലായവരാൽ സേവിക്കപ്പെടുന്നവളെന്നും. അപ്പോൾ ഈ ശ്ലോകം പുരുഷാർത്ഥപ്രദാ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത. അടുത്ത ശ്ലോകം നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയവർജിത. ഇവിടെ 7 നാമങ്ങളുണ്ട്. നാരായണി, നാദരൂപ, നാമരൂപ വിവർജിത, ഹ്രീങ്കാരി, ഹ്രീമതി, ഹൃദ്യ, ഹേയോപാദേയവർജിത. 7 നാമങ്ങൾ. ഒന്നുകൂടെ പറയാം. നാരായണി, നാദരൂപ, നാമരൂപ വിവർജിത, ഹ്രീങ്കാരി, ഹ്രീമതി, ഹൃദ്യ, ഹേയോപാദേയവർജിത. 7 നാമങ്ങൾ. ഹ്രീങ്കാരി, ആദ്യത്തെ നാമം ഹ്രീം. ഹ്രീ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ലജ്ജ. അപ്പോൾ ഹ്രീ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. ആ ലജ്ജയുടെ ഒരു വിഭക്തിയാണ് ഹ്രീം എന്നുള്ളത്. ആ ഒരു ബീജ മന്ത്രമാണത് ദേവിയുടെ. ഭുവനേശ്വരിയുടെ ബീജാമന്ത്രമാണ് ഹ്രീം. അതിൻ്റെ ഒരു വിഭക്തിയാണ് ഹ്രീ. ഹ്രീങ്കാരി എന്ന് പറഞ്ഞാൽ ഹ്രീയെ ചെയ്യുന്നവൾ, അതായത് ലജ്ജയെ ചെയ്യുന്നവൾ. ഭുവനേശ്വരിയുടെ ബീജമന്ത്രമായ ആ ഹ്രീങ്കാരി ആണ് ദേവി. അതായത് സ്ത്രീകളിൽ ലജ്ജ ഒരാഭരണമാണ്. ലജ്ജയുള്ള സ്ത്രീകൾക്ക് അതൊരു ആഭരണമായിട്ട് കരുതുന്നു. അതുപോലെ ഹ്രീം എന്നുള്ളത് ഹ ര ഈ മ ഇത്രയും വരും അതിൽ ഹ്രീം എന്നുള്ളത്. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരമെല്ലാം നടത്തുന്നവൾ, സൃഷ്ടിസ്ഥിതി സംഹാരകാരിണി ആണ് ദേവി. അതുകൊണ്ട് ഹ്രീംകാരി. പാർവതീ സമേതനായ ശിവൻ ആദിമഹാലക്ഷ്മി മന്ത്രം ശ്രീം ഹ്രീം എന്ന ഹ്രീംകാരി. ഇനി അടുത്ത നാമം ശ്രീമതി. ഹ്രീമതി, ഹ്രീം, ആ ഹ്രീം എന്നുള്ള അതിൻ്റെ ബുദ്ധി. ഹ്രീമതി എന്ന് പറഞ്ഞാൽ ലജ്ജയോട് കൂടിയവൾ, ഹ്രീയോട് കൂടിയവൾ, ശ്രീമതി. മതി ബുദ്ധി എന്ന് പറയാം. അപ്പോൾ ഹൃദി ലജ്ജയുള്ളവൾ എന്നർത്ഥം. അടുത്തത് ഹൃദ്യ. ഹൃദ്യ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ആത്മസ്വരൂപമായിരിക്കുന്നവൾ. സകല ചരാചരങ്ങളിലും ആത്മസ്വരൂപമായിട്ട് ദേവി ഇരിക്കുന്നു. ഹൃദയത്തിൽ കുടികൊള്ളുന്നവൾ. ഹൃദ്യം, പ്രിയം എന്നൊക്കെ പറഞ്ഞ ഹൃദ്യ, ഹൃദയത്തിൽ ആത്മസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നവൾ ഹൃദ്യ. അടുത്ത നാമം ഹേയോപാദേയവർജിത. ഹേയം, ഹേയം എന്ന് പറഞ്ഞാൽ അതായത് ത്യജിക്കേണ്ടത്, ഹേയം. അപ്പോൾ അതിൻ്റെ പാദേയം, അത് വർജിക്കേണ്ട, അതായത് ഗ്രഹിക്കേണ്ടത്, അതായത് സ്വീകരിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതും എന്നർത്ഥം. ഹേയോപാദേയം. അപ്പോൾ ഹേയം ത്യജിക്കേണ്ടത്, ഉപേക്ഷിക്കേണ്ടതും, പാദേയം ഗ്രഹിക്കേണ്ടതും. ഇത് രണ്ടും ദേവിയാണ്. അപ്പം ഉപേക്ഷിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായി ഒന്നും ദേവിക്കില്ല. കാരണം എല്ലാം തികഞ്ഞവളാണ് ദേവി. പ്രപഞ്ചം മുഴുവൻ നടത്തുന്നതും പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ ഇതൊന്നും ബാധിക്കുന്നില്ല. ദേവിക്കൊന്നും ഉപേക്ഷിക്കാനുമില്ല, ഒന്നും സ്വീകരിക്കാനുമില്ല. ഉപേക്ഷിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായി ഒന്നുമില്ലാത്തവൾ ഹേയോപാദേയവർജിത.
അപ്പോൾ ഈ ശ്ലോകം നാരായണി, നാരായണനെ സംബന്ധിച്ചവൾ, വിഷ്ണു ശക്തിയായിരിക്കുന്നവൾ, വിഷ്ണു സഹോദരിയായിരിക്കുന്നവൾ, നാരായണനും ഗൗരി എന്നൊക്കെ പറയും. അപ്പം സത്തും ചിത്തും അതാണ് നാരായണി. എല്ലാത്തിനും കാരണഭൂതയായിരിക്കുന്നവൾ നാരായണി, ബ്രഹ്മസ്വരൂപിണി. നാദരൂപ, നാദസ്വരൂപിണി, ഓങ്കാരം എന്ന പ്രണവമന്ത്രത്തിൻ്റെ രൂപമായിരിക്കുന്നവൾ എന്നെടുക്കാം. നാമരൂപവിവർജിത, നാമവും രൂപവും ഇല്ലാത്തവൾ, വർജിക്കപ്പെട്ടവൾ, അസ്തിത്വമില്ല, നാശവുമില്ല, റിയലായിട്ടുള്ളത്. നാമവും രൂപവും ഒക്കെ വെറും കൽപ്പന മാത്രം, ആരോപണം മാത്രമാണ്. അതുകൊണ്ട് നാമരൂപ വിവർജിത. ഇനി ഹ്രീംകാരി, ഹ്രീയെ ചെയ്യുന്നവൾ, ലജ്ജയെ ഉണ്ടാക്കുന്നവൾ എന്നൊക്കെ അർത്ഥം. ഇനി ഹ്രീമതി, ലജ്ജയോട് കൂടിയവൾ, ഹ്രീയോട് കൂടിയവൾ എന്നർത്ഥം. ഹൃദ്യ, ഹൃദയത്തിൽ ആത്മസ്വരൂപമായി ഇരിക്കുന്നവൾ, ഹൃദയത്തിൽ കുടികൊള്ളുന്നവൾ എന്നൊക്കെ അർത്ഥം. ഹേയോ പാതയെ വർജിത, ഉപേക്ഷിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായി ഒന്നുമില്ലാത്തവൾ, ഹേയോ പാതയെ വർജിത. ഇനി ഈ ശ്ലോകം മുഴുവനൊന്നും കൂടി നന്നായി വായിക്കാം. ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി, സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ, ആബ്രഹ്മകീടജനനി വർണ്ണാശ്രമവിധായിനി, നിജാജ്ഞാരൂപനിഗമ പുണ്യാപുണ്യഫലപ്രദാ, ശ്രുതിസീമന്ത സിന്ധൂരീകൃതപാദാബ്ജധൂളിക. ഒറ്റനാമാണ്. സകലാഗമസന്തോകശുക്തി സമ്പുടമൗത്തിക, പുരുഷാർത്ഥപ്രദ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി, അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്രസേവിത. ഇവിടെ ചിലരൊക്കെ അംബിക, അനാദിനിധന എന്ന് വേറെ വേറെ പറയും. വായിക്കുമ്പോൾ നമ്മളത് ഒന്നിച്ചാണ് വായിക്കേണ്ടത്. അവിടെ എഴുതിയാൽ ഒരക്ഷരം കൂടുതൽ വരും. അതുകൊണ്ടാണ് എഴുതാതെ ആകാരം അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം അംബിക എന്നൊരു നാമം, അംബിക ആകാരമുണ്ട്. അനാദിനിധന എന്ന് വേറെ നാമം. അപ്പം ആദ്യത്തെ അംബിക എന്നുള്ളതിൻ്റെ ദീർഘവും അനാദിയുടെ ആയുമാണ് എഫ് പോലെ ഇട്ടിരിക്കുന്നത്. അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത, നാരായണീ നാദരൂപ നാമരൂപ വിവർജിത, ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയവർജിത. ഇവിടെ ഈ സംസ്കൃതത്തിൽ ഈ കാരത്തിന് ആ കാരത്തിനൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ആ അർത്ഥം അറിഞ്ഞു വേണം നമ്മൾ വായിക്കാൻ. അതൊന്നും വിട്ട് കളയാൻ പാടില്ല. ചിലരുണ്ട് ഓടി ഓടി വായിച്ചു പോകും സ്പീഡിൽ. അത്രയും സ്പീഡിലും വായിക്കാൻ പാടില്ല ലളിതാ സഹസ്രനാമം. ദേവിയുടെ പേരാണ് പറയുന്നത്. അപ്പോൾ അത് ഓടിച്ച് ചിലരൊക്കെ ചില അക്ഷരങ്ങൾ വിഴുങ്ങും. അതൊന്നും പാടില്ല. ശരിക്ക് എല്ലാ അക്ഷരവും സ്ഫുടമായി പറഞ്ഞ് ഓരോ നാമവും ദേവിയുടെ പറയാൻ ശ്രമിക്കുക, പറഞ്ഞു പോവുക. പിന്നെ ഒരു സഭയിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്കെല്ലാം ശരിക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഓക്കെ, ഇത് നാമാവലിയിൽ നോക്കിയാൽ ഓരോ നാമം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം 16 അക്ഷരമുള്ള നാമാവലിയിൽ പറയുന്നത് നമ്മൾ പൂജ ചെയ്യുമ്പോൾ, അർച്ചന ചെയ്യുമ്പം ശ്രുതി സീമന്ത സിന്ദൂരീകൃതപാദാബ്ജധൂളികായൈ നമ, ഓം ആദ്യം ചേർക്കും. എന്നിട്ട് ഓം ശ്രുതി സീമന്ത സിന്ദൂരീകൃതപാദാബ്ജധൂളികായൈ നമ, ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളത് മുറിച്ചാൽ അത് ശരിയാവുമോ? ഇല്ല, നാമം മുറിക്കാൻ പാടില്ല. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം നമേ നാരായണ.